വാടാ. 1 2 3 4 എഴുന്നേക്ക് പറയാ. സംഗതി മനസ്സിലായി. എനിക്ക് ശ്വാസം കിട്ടുന്നില്ല. 3 4 5 6 നമ്മുടെ മാനം കളയരുത്. ഞാൻ സക്രാത്തിന്റെ ഹാലിലാണ്. കുറച്ച് വെള്ളം കൊണ്ടാ. വെള്ളം കൊണ്ടുവരാ. 4 5 6 7 7 8 എനിക്ക് തലകറങ്ങണോ? 8 7 അള്ളാഹു 2 ദിവസം 5 ദിവസം നാടാ. ഈ കിനാവ് വല്ലതും കണ്ടോ? പിന്നെ എന്താ ഈ പണിച്ചുത്തിരുന്നത്? നിങ്ങളെന്തോ കിനാവ് കണ്ട് പേടിച്ചു എന്ന് ഞാൻ കിനാവ് കണ്ട്. ഓനെവിടെ അസീസ്? ഇനി ഇവിടെ മറ്റേ വന്ന ഷെയ്ത്താൻ ആര്? മൂരി. അല്ല, എനിക്ക് പേടിയൊന്നുമില്ല. നിങ്ങൾക്ക് പേടിയുണ്ടോ? പേടി എനിക്കുമില്ല. ഇവനോട് പോയി ചെക്കൻ അസീസ്. അസീസേ, അസീസേ. അല്ല, ഈ എന്താ ഉറങ്ങിയില്ലേ? അനക്കെന്താ പറ്റിയേ? മകനക്ക, ഇതുകൊണ്ടൊന്നും കാര്യമായില്ല. നിങ്ങൾ ഒരു പക്ഷെ ഹൈദ്രോസായിട്ട് മുട്ടും. ഹൈദ്രോസ് നിങ്ങളെ കുത്തി വളർത്തിയൊന്നും വരും, യാതൊരു സംശയമില്ല. എന്നാലും ഓൾ എന്റെ കൂടെ വരുമോ? ധൈര്യമായിട്ട് തട്ടിക്കൊണ്ടുപോവാ. അടവൊന്ന് മാറ്റണമെന്ന് മാത്രം. അതിനേതടവ്? അങ്ങനെ ഒരു അടവുണ്ട്. അതെന്നെ ഞാൻ പഠിപ്പിച്ചില്ല. മുണ്ടാണ്ട് അവിടെ ഇരുന്നോ. ഓൾക്ക് എന്നോട് ഇഷ്ടമുണ്ടോന്ന് എങ്ങനെ അറിയാ? അതൊക്കെ ഈ എന്നെ ചോദിച്ചോളണം. അല്ലാതെ നമ്മളെ മലപ്പുറം കത്തിക്ക് ഉറുമിക്കൊന്നും അതിന് കഴിയൂല. അപ്പോ വീട്ടിൽ ചെന്നാ? അത് നമ്മളേറ്റ്. അന്റെ ഒരു രോമത്തിന് കേട് പറ്റാതെ നമ്മൾ നോക്കിക്കോളാം. മാണെങ്കിൽ ഒരു ധൈര്യത്തിന് മജീദ് വരും. നിങ്ങൾ പോയാ മതി. ഇമാതിരി ചീപ്പ് ഇടപാടിനൊക്കെ ഞാൻ പോണോ മജീദ്? ഞാൻ പോയി നോക്കാം. ആവശ്യമുണ്ടോ എങ്ങനെ വിളിക്കാം. മനസ്സിലൊരു തോന്നല്, ആമിനക്ക് എന്നോട് ഇഷ്ടം ഉണ്ടാവും. ഈ മലപ്പുറം മൊയ്തീൻ ഒരു കൃത്യം ചെയ്യാന്ന് പറഞ്ഞാൽ അത് ചെയ്തിരിക്കും. ഈ ചെമിക്ക് ഏറിയ ഒരാഴ്ച. അത് കഴിഞ്ഞാലോ? അത് അന്നേരം ആലോചിക്കാം. അസീസെ, ഇത് നല്ല ടേസ്റ്റ് ഉണ്ടല്ലോ. ഇത് എവിടുന്ന് വേങ്ങി? ഹോട്ടലിൽ നിന്നാ. ഈ ഇങ്ങനെ ബുദ്ധിമുട്ടണ ദിവസം ഓരോ കോയിനെ വാങ്ങി തന്നാ പോരെ നമുക്ക്? ശരി, അത് പറയാൻ വിട്ടുപോയി. ഇവ നല്ല അസലായിട്ട് വെക്കും. നമ്മള് മഞ്ചേരി മദീനകത്തുള്ള മെയിൻ കുക്കറല്ലേനോ? അത് വരെ സൈഡ് ബിസിനസ്. മെയിനി കളയും കുസ്തി വെപ്പിക്കലുമായിരുന്നു. ഒരാളോട് ഒരു സംഗതി പറയുമ്പോ അത് വിശദമായിട്ട് പറഞ്ഞു കൊടുക്കണം. അല്ല, അസീസ് കേൾക്കണം. മഞ്ചേരിയിൽ പണ്ടൊരു കുടിയഴിപ്പിക്കലിന് പോയിന് ഞാൻ. അന്ന് എനിക്ക് സ്ഥിരമായിട്ട് സ്പെഷ്യൽ ഭക്ഷണം ഈ മദീന ഹോട്ടലിനാണ്. നല്ല അസല് ഭക്ഷണം. ഞാനിവനെ പൊന്തിച്ചു വരല്ലോ. നല്ല അസല് കുക്കറാ. അതാണ് ഞാൻ ഇവനെങ്ങനെ ശിഷ്യനായിട്ട് കൊണ്ടിറക്കണേ. ആ നന്ദി ഇവനുണ്ട് കേട്ടോ. ഈ മൊയ്തീനിക്കാന്റെ ഓരോ തമാശകള്. ഇങ്ങനെ പോലെ കെട്ടുകഥ ഉണ്ടാക്കാൻ ഇത്ര വിദഗ്ധം മലപ്പുറം ജില്ലയിൽ വേറെ ഇല്ല. അതില്ല ഉപ്പിങ്ങിടത്തുന്ന ലോഹ്യമൊക്കെ ലോഹ്യം. മറ്റുള്ളവരുടെ മുമ്പ് ചിന്ന കൊച്ചാക്കാൻ നോക്കേണ്ടല്ല. അത് തന്നെ ഞാനും പറഞ്ഞത്. ഞാനെന്താ മലപ്പുറം ജില്ലയിൽ വലിയ കെട്ടുകഥ ഉണ്ടാക്കുന്ന ആളാ? എനിക്കതാ പണി. പിന്നെ ഞാൻ കുക്കാണെന്ന് ഓനോട് പറയേണ്ട വല്ല കാര്യമുണ്ടോ? അതെ, തമ്മിൽ ചെളിവാരി അറിയരുത്. എടപ്പാൾ ഒരു തമ്പുരാട്ടിയുടെ ദേഹത്തെ ജിന്നാണെന്നും പറഞ്ഞ് നിങ്ങളൊരു കള്ള മന്ത്രവാദിയായിട്ട് പോയിട്ട് നാട്ടുകാരെ പിടിച്ച് പോലീസിൽ ഏൽപ്പിച്ചത് ഞാനിവിടെ വിളിച്ചു പോയൊന്നുമില്ലല്ലോ. അപ്പൊ നമ്മളെ എന്താ? അല്ല, ഈ എടപ്പാട് ഭാഗത്ത് എനിക്ക് പോലീസിൽ വലിയ ഹാൻഡാ. അതിപ്പോ ഇവിടെ വിളിച്ചു വല്ല കാര്യം മറ്റുണ്ടോ? അസീസേ, പിന്നെ നല്ല ചെറുതാരം കിട്ടുമല്ലോ ഇവിടെ. ഒന്ന് തീർത്താനി. എടാ പന്നി, കുറിക്കമ്പനി നടത്തി പാവപ്പെട്ട ആളുകളെ പൈസ പറ്റിച്ച് മുങ്ങി നടന്നിട്ട് അവസാനം അവരെ പിടിയിലായി അടിയും കിട്ടി ജയിലിൽ പോയത് ഞാനല്ല കേട്ടോ. എത്ര കിടന്ന് 6 മാസം, ഒരു കൊല്ലോ. കാര്യം എന്തായാലും ഞാൻ ജയിലിൽ പോയിട്ടില്ല. മൊയ്തീനെ, നമ്മളിവിടെ അങ്ങോട്ടും ഇങ്ങോട്ടും തൂക്കം നോക്കാൻ വന്നതല്ല. അല്ലല്ലോ, അതുകൊണ്ടാണ് പറഞ്ഞത് പോണത് വരെ നല്ല മട്ടത്തിൽ ഇവരെ കയ്യാന്ന്. എടോ,
മലപ്പുറം ബസ് സ്റ്റാൻഡിൽ വെച്ച് അണ്ടി കളഞ്ഞ അണ്ണാനെ പോലെ ഈ പാവ അസീസ് ഇരിക്കുന്നു കണ്ടപ്പോ നീയോ ഞാനോ വിചാരിച്ചിക്കണോ നമുക്ക് ഇത്ര വലിയൊരു എരനെ കിട്ടുന്നു? ഇല്ലല്ലോ. അപ്പൊ അതാണ് പറഞ്ഞത്, ഇതൊക്കെ അള്ളാഹുവിന്റെ ഓരോ കുതിർത്താണ്. വെറുതെ ഉടക്കിയാല് വെറുതെ ഉടക്കാൻ ഞാൻ ആ മൂരി ഇബ്രാഹിമിനെ കുട്ടി മലർത്തും. ഇബ്രാഹിം അല്ല, ഹൈദ്രോസ്. ആ ഇവൻ ചൂടായാലും ഇങ്ങനെ ആളെ പേരും തെറ്റും കുത്തി മലത്തും ചെയ്യും. നോക്കട്ടെ. നിങ്ങൾ കുറച്ചുകൂടെ ക്ഷമിക്ക്. ഓൻ നിങ്ങളോട് വിട്ടാൻ ധൈര്യമൊന്നുമില്ല. അല്ലെങ്കിൽ ഇത്രയും ദിവസം മുണ്ടാണ്ടിരിക്കും. ഓന് നഷ്ടമൊന്നുമില്ല ദുരസുക്ക. അങ്ങാടി കൂടെ തലയുയർത്തി നടക്കാൻ കഴിയണ്ടേ? മലപ്പുറം മൊയ്തീന്റെ ബീര്യം കിട്ട മതിയായി. ആരാ എന്നോട് പറഞ്ഞത്? ഈ ആ നായരുടെ ചായപ്പീടി കയറി നോക്ക്. ഓരോരുത്തരുടെ ഭർത്താവിനെ കേൾക്കുമ്പോ അറിയാം. ഹൈദ്രോസ്ഖാന്റെ പേര് കേൾക്കുമ്പോ ബെരക്കണവരിപ്പോ ആ ബോർഡാണ് നമുക്ക് നടക്കണം. ഓർഡല്ല, ഓന്റെ പീടിയെ നമ്മൾ തകർക്കും. ഓൻ കുന്നത്തങ്ങാടിയും ജീവനോടെ പോവില്ല. ഹൈദ്രോസേ, ഇതൊന്നും അത്ര നല്ലതല്ല കേട്ടോ. ആ അസീസ് നിങ്ങളുടെ കുടിയിൽ നിന്ന് ഇറങ്ങിപ്പോ ഞാൻ കണ്ടു. പറഞ്ഞില്ലെന്ന് വേണ്ട, നമ്മളൊക്കെ നാട്ടുകാരാ. അങ്ങാടിയിൽ നിന്ന് അവൻ ഇപ്പോഴും വീമ്പിളക്കുന്നുണ്ട് നിങ്ങളുടെ മോളെ കെട്ടുവെന്ന്. എടാ ജബ്ബാറേ, ഈ എവിടേക്കാടാ ഇന്ന് പെണ്ണ് കാണാൻ പോണത്? കൊയിലാണ്ടിക്ക്. കൊയിലാണ്ടിക്കാ? ഈ നാട്ടിൽ ഇത്രയും പെണ്ണുങ്ങളുണ്ടായിട്ട് ഈ കൊയിലാണ്ടി പോയിച്ച പെണ്ണ് കാണുന്നു. ഈ നാട്ടിലെ പെണ്ണുങ്ങളൊക്കെ ഈ ചേലിൽ കാണല്ല. എന്താണ് എനിക്കൊരു കുറവ്? കുറവെന്താ പോയി നോക്ക്. എനിക്ക് വേറെ പണിയിടുന്നു. എത്ര ദിവസമായി ഞമ്മള് കാത്തിരിക്കുന്നു തല്ല് വരുമെന്ന്. എവിടെ? ഈ ഉണ്ണുമാക്ക് വേറെ പണിയില്ല. തല്ലെങ്ങനെ ഒഴിവാക്കാന്ന് വിചാരിക്കുമ്പോഴാ. ഈ ഒന്ന് പോടാ. കുന്നത്തങ്ങാടിയിൽ ആണുങ്ങള് മീശയും അടിച്ച് കാച്ചുകൊണ്ട് കുപ്പായിട്ട് നടക്കട്ടെ. ആണുങ്ങള് മലപ്പുറത്തുനിന്ന് മഞ്ഞരിന്ന് ഓന്റെ മുങ്കടക്കം മരുന്നി വന്നു. ഈയാടെ മോനെ ചോണിയുള്ള ആൺകുട്ടി. ഉമ്മുമ്മ വെറുതെ പെരുകേറ്റല്ലേ. അനക്ക് വേണ്ടിയില്ല അസീസേ. ഈ ബോർഡും തൂക്കി പിടിച്ചിരുന്നാ മതിയാ. ഓളെ കെട്ടണ്ടേ? എപ്പോഴാ ഓളെ കടത്തിക്കൊണ്ട് പോണേ? എപ്പോഴാന്നാ? അസ്സലാമലൈക്കും. നിങ്ങൾ വരി. ഇത് വരി. തോട്ടിക്കോലൻ കേമായിട്ടുണ്ട്. തല്ലിന്റെ പൂരത്തിന് ഒക്കെ ആയിട്ടുണ്ട്. എന്റെ കളി കുറെ കൂടുണ്ട്. ബാപ്പുട്ടെ എന്ന് വിളിക്കരുതെന്ന് പറഞ്ഞില്ലേ? അതൊക്കെ നമ്മളെ നാട്ടിൽ മതി. ഇവിടെ ഞാൻ മലപ്പുറം മൊയ്തീനാ. ഇനി അത് പറ്റൂല. ഓൻ വന്നിരിക്കുന്നു. ആര്? സാക്ഷാൽ അസല് ഒറിജിനൽ മലപ്പുറം മൊയ്തീൻ. പച്ചമ്പുരനെ ചച്ചോ. എന്നിട്ട് അവിടെ ഇരുത്തിട്ട് പോന്നിരിക്ക. നമ്മളെ കളി വല്ലോ മൂപ്പര് അറിഞ്ഞോ? ഇതുവരെ അറിഞ്ഞിട്ടില്ല. നിങ്ങൾ വേഗം വരി. കുന്നത്തങ്ങാടിയിൽ ബസ് വന്ന് ഇറങ്ങിയപ്പോഴാ നമ്മൾ കണ്ടത്. മജീദ, നീ വീണോ? ഇല്ല, ഞാന് ഇങ്ങക്ക് പുഴക്കട അടവ് കാണിച്ചു തന്നതാ. നേരോ? എനിക്ക് മനസ്സിലായില്ല. ഞാൻ വിചാരിച്ചു ഈ വീണതാന്നാ.